നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്ന ഈ വർഷത്തെ പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ, അതായത് LDCയുടെ നോട്ടിഫിക്കേഷൻ വരാൻ ഇനി വിരലിനെണ്ണാവുന്ന മാസങ്ങൾ മാത്രമേ ഉള്ളൂ. അതിനർത്ഥം ഒരുപാട് ഉദ്യോഗാർത്ഥികൾ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് എന്നേ തുടങ്ങിക്കഴിഞ്ഞു. നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ 2 ബാച്ച് ഫില്ലായി കഴിഞ്ഞു. അതിന്റെ ക്ലാസ്സുകൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ അഡ്മിഷൻ ഒക്കെ ക്ലോസ് ആയി. അപ്പൊ അതിനർത്ഥം അത്രയും കോമ്പറ്റീഷൻ ഉണ്ട്. ഇതുവരെ പഠിക്കാതിരിക്കുന്ന ഉദ്യോഗാർത്ഥികളോടാണ് എന്റെ ചോദ്യം. ഇനി നിങ്ങൾ എന്നാണ് പഠിക്കാനിരിക്കുന്നത്? ഈ ആൾക്കാരുടെ കൂടെയൊക്കെ അല്ലേ നിങ്ങൾ കോമ്പീറ്റ് ചെയ്യേണ്ടത്? അതുകൊണ്ട് ഒട്ടുമേ താമസിക്കേണ്ട. നമ്മുടെ പുതിയ ബാച്ച് LDCയുടെ ബാച്ച് 3യുടെ അഡ്മിഷൻ ഇപ്പോൾ മുതൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഓഗസ്റ്റ് മാസം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഓഗസ്റ്റ് ഫസ്റ്റ് വീക്ക് ഒക്കെ ആകുമ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നു. അതായത് ഈ ബാച്ചിന്റെ അഡ്മിഷൻ ഫിൽ ആവുന്ന മുറയ്ക്ക് പിറ്റേ ദിവസം തന്നെ ഞാൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോ അതിനർത്ഥം കുറച്ച് സീറ്റുകളേ ഉള്ളൂ. ക്വാളിറ്റി അത് ഞാൻ അഷ്വർ ചെയ്യുന്ന കാര്യമാണ്. ഏറുന്ന കുട്ടികളെ എല്ലാവരെയും പഠിപ്പിച്ച ഒരു സർക്കാർ ജോലി, ഞാൻ സർക്കാർ ജോലി നേടിയെടുത്തതുപോലെ നിങ്ങളെയും സർക്കാർ ജോലിക്കാരനാക്കുക അല്ലെങ്കിൽ സർക്കാർ ജോലിക്കാരിയാക്കുക എന്ന ദൃഢനിശ്ചയത്തോടു കൂടി സ്റ്റാർട്ട് ചെയ്യുന്ന ബാച്ചാണ്. അതുകൊണ്ട് തന്നെ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് എയിമുള്ള ആൾക്കാരെ എനിക്ക് വേണം. ജോലി ഞാൻ നേടിയെടുക്കും എന്ന് പൂർണ്ണ വിശ്വാസം അല്ലെങ്കിൽ ഉറച്ച് ഞാൻ ഇറങ്ങി കഴിഞ്ഞു എന്ന് പറയുന്ന ആൾക്കാരെ എനിക്ക് വേണം. ജോലിക്ക് പോകുന്ന ഉദ്യോഗാർത്ഥിയാണോ, പഠനത്തിൽ ഗ്യാപ്പ് വന്ന ആൾക്കാരാണോ, വീട്ടമ്മയാണോ, ബിഗിനർ ആണോ, ആരായാലും കുഴപ്പമില്ല. ഇത് കുറെ നാളായിട്ട് PSC പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിലും ആരാണെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ ഇങ്ങ് വന്നേരെ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചു വരൂ. വർക്ക് ചെയ്യാൻ ഞാൻ പറയുന്ന രീതിയിൽ ആ ഒരു കറക്റ്റ് റോഡ് മാപ്പ് ഇട്ട് തരും. അതേ രീതിയിൽ വർക്ക് ചെയ്യാൻ റെഡി ആയിട്ട് നിങ്ങൾ കയറി പോരുക. ജോലി ഉറപ്പിക്കാവുന്നതാണ്. നമ്മുടെ ബാച്ചില് ഫുൾ സിലബസ് കവറേജ് ആണ്. എന്തുകൊണ്ട് ഹർഷിതം എഡ്യൂടെക്? ഫുൾ സിലബസ് കവറേജ്, GK, കറണ്ട് അഫയേഴ്സ്, സ്പെഷ്യൽ ടോപ്പിക് ഇംഗ്ലീഷ്, മലയാളം, മാത്സ്, മെന്റലബിലിറ്റി, PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, റിലേറ്റഡ് ഫാക്ട്സ് ഡിസ്കഷൻ, പഴയ SCRT, പുതിയ SCRT, ചാപ്റ്റർ വൈസ്, NCERT പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സ് എല്ലാം. തിങ്കൾ മുതൽ വെള്ളി വരെ ആയിരിക്കും ക്ലാസ് വരുന്നത്. ശനിയും ഞായറും റിവിഷൻ ആണ്. ഞായറാഴ്ച ആ ഒരാഴ്ച നിങ്ങൾ പഠിച്ച കാര്യങ്ങളുടെ പരീക്ഷയും എഴുതിച്ചിട്ട് മാത്രമേ അടുത്ത ആഴ്ചത്തെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. പിന്നെ ഒരു ദിവസം ഒരുപാടൊന്നും ഞാൻ പഠിക്കാൻ തരത്തില്ല. ഒരു ദിവസം 2 മണിക്കൂറൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ തരത്തുള്ളൂ. കൃത്യമായിട്ട് പഠിക്കുന്ന കാര്യങ്ങൾ വെടിപ്പായിട്ട് പഠിക്കണം. അതിന് വേറെ ഒരു സംശയവും പാടില്ല. കൃത്യമായിട്ട് പഠിച്ചു പോവുക. ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്യാനുള്ള പഴയ കാര്യങ്ങളൊക്കെ, അതായത് നിങ്ങൾ ഒരാഴ്ച പഠിച്ചു, 2 ആഴ്ച പഠിച്ചു, അത് അവിടെ കിടന്നാ പോരാ. അങ്ങനെ ഞാൻ സമ്മതിക്കത്തില്ല. ഇടയ്ക്കിടയ്ക്ക് റിവിഷന്റെ സമയം തന്നുകൊണ്ടേയിരിക്കും. അതായത് എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ തലയിൽ ഉണ്ടായിരിക്കണം. അന്ന് പഠിച്ച കാര്യം ഇന്ന് ചോദിച്ചാലും നിങ്ങൾ പറഞ്ഞിരിക്കണം. ആ ഒരു രീതിയിലേ നിങ്ങളെ പഠിപ്പിക്കത്തുള്ളൂ. ഒരു പ്രധാനപ്പെട്ട സവിശേഷത, നിങ്ങൾക്ക് നോട്ട് എല്ലാം പ്രിന്റ് എടുക്കാൻ പറ്റും. നോട്ട് എല്ലാം ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുക്കാൻ പറ്റും. 2 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ഫീസ് അടയ്ക്കാൻ പറ്റും കേട്ടോ. പിന്നെ കോഴ്സിന്റെ വാലിഡിറ്റി അടുത്ത വർഷം ഡിസംബർ 31 വരെ ഉണ്ടായിരിക്കും. 1.5 വർഷത്തോളം ഈ കോഴ്സിന്റെ വാലിഡിറ്റി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. വേറെ ഒന്നും ആലോചിക്കാനില്ല. ഒന്നും ആലോചിക്കേണ്ട, കയറി വന്നേരെ. നിങ്ങൾക്ക് ഒരു സർക്കാർ ജോലി എന്ന സ്വപ്നം മാത്രം മതി മനസ്സിൽ. ജീവിതം പടുത്തുയർത്തണ്ടേ? നിങ്ങളെ കൊണ്ട് അത് പറ്റും. മനുഷ്യനെ കൊണ്ട് പറ്റാത്തതായിട്ട് ഒന്നുമില്ല. അർപ്പണബോധം വേണം. ആ ഒരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. കൂടാതെ കൺസിസ്റ്റൻസി. ഇന്ന് പഠിച്ചു, നാളെ എനിക്ക് വയ്യ, അയ്യോ നാളെ റെസ്റ്റ്, അത് പറ്റത്തില്ല. കൺസിസ്റ്റൻസി ഈസ് ദ കീ ടു സക്സസ്. എല്ലാ ദിവസവും കൃത്യമായ ആദ്യം തുടങ്ങുന്ന അതേ ഫയർ അവസാനം നിങ്ങൾ പരീക്ഷാ ഹാളിൽ എത്തുന്നത് വരെ ഉണ്ടായിരിക്കണം. അപ്പോയിന്റ്മെന്റ് ലെറ്റർ നിങ്ങൾ കയ്യിൽ വാങ്ങുന്ന അന്ന് വരെ നിങ്ങൾ പഠിക്കണം. റെഡി അല്ലേ? അപ്പൊ കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടിയിട്ട് ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. നമ്മുടെ ആപ്പ് ഐഫോണിലും ആൻഡ്രോയിഡ് ഫോണിലും കമ്പ്യൂട്ടറിലും ഒക്കെ ലഭ്യമാണ്. ഇനിയും കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെക്നിക്കൽ ടീമിന്റെ വാട്സ്ആപ്പ് നമ്പറും കൂടി ഞാൻ ഫസ്റ്റ് കമന്റിൽ കൊടുത്തേക്കാം. അവരെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്ത് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതായിരിക്കും. സെറ്റ് അല്ലേ? അപ്പൊ നമ്മുടെ ക്ലാസ്സിൽ കയറാൻ റെഡി ആയിക്കോളൂ. അഡ്മിഷൻ തുടങ്ങിയിട്ടുണ്ട്. സീറ്റുകൾ പരിമിതമാണ്. ഒരുപാട് സീറ്റൊന്നും ഇല്ല. അപ്പൊ ആദ്യം വരുന്നവർക്ക് സീറ്റുകൾ ലഭിക്കുന്നതായിരിക്കും. അതുകൂടി ഒന്ന് മനസ്സിൽ വെച്ചിരിക്കുക. ഓക്കെ, അപ്പൊ ഈ ഒരു ഇൻഫർമേഷൻ എല്ലാവരെയും ഒന്ന് അറിയിക്കുമല്ലോ. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓൾ ദി ബെസ്റ്റ് ഫോർ എക്സാം പ്രിപ്പറേഷൻ. ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു.